Dear students, very good morning all. And once more all are welcome to Financial Accounting new video class. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലംസം എമൗണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയം കളക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെന്റ് ബേസിൽ ക്യാഷ് കളക്ട് ചെയ്യുന്നു. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രീസ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. A company issued 2000 9% debentures of rupees 100 at rupees 95. Payable 40 on application, 35 on allotment, that means including discount, and balance on first and final call. The public applied for 800 debentures. These applications were accepted. All monies were received. Expenses of the issue are rupees 2000. Show the journal entries and the balance sheet of the company. Then a company issued 2009% debentures of rupees 100. Face value 100 ആണ്. Then at rupees 95. അത് 95 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ 5 രൂപ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഫാക്ട്. രണ്ടാമത്തത് 9% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 9% ഡിബഞ്ചേഴ്സ് 2000 എണ്ണമാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ബട്ട് ദ പബ്ലിക് അപ്ലൈഡ് ഫോർ 800 ഡിബഞ്ചേഴ്സ്. പബ്ലിക് എന്ത് ചെയ്തിട്ടുള്ളൂ? അതിൽ 800 ഡിബഞ്ചേഴ്സിന് മാത്രമേ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളൂ. കമ്പനി ഇഷ്യൂ ചെയ്തത് 2000 ഡിബഞ്ചേഴ്സ് ആണ്, പക്ഷെ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് 800 ഡിബഞ്ചേഴ്സ്. ദെൻ 40 on application, 35 on allotment, that means including discount, and balance first and final call. അപ്പോൾ 100 ഫേസ് വാല്യൂ 95-ന് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ദെൻ 40 on application, 35 on allotment, then remaining 20 on first and final call, then total 95. Okay, ശരിക്കും വരേണ്ടത് 40 application, 40 on allotment and 20 on first and final call. അങ്ങനെ ടോട്ടൽ 100 റുപ്പീസ് ആണ്. പക്ഷെ അത് 5 രൂപ ഡിസ്കൗണ്ടിന് വിറ്റതുകൊണ്ട് 95 ആയിരിക്കും ടോട്ടൽ വാല്യൂ ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റേണൽ ഫാക്ട്. ദെൻ അഡീഷണൽ പറയുന്നത് എന്താ? എക്സ്പെൻസസ് ഓഫ് ദ ഇഷ്യൂ ആർ rupees 2000. ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് കമ്പനിക്ക് ഉണ്ടായ എക്സ്പെൻസ് 2000 റുപ്പീസ് ആണ്. ഷോ ദ ജേണൽ എൻട്രീസ് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സ്ട്രക്ചറും അതിനുള്ള ജേണൽ എൻട്രീസും റൈറ്റ് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്ലിക്കേഷൻ സ്റ്റേജിൽ എമൗണ്ട് റിസീവ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ഫോർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 9% debenture account. 9% debenture account. Amount that is 800 debentures into 40. 800 debenture പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള ക്യാഷ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അവിടെ 800 ഡിബഞ്ചറിന് 40 രൂപ വെച്ചിട്ട് 32,000. ഓക്കെ, അപ്പൊ ഇത്ര എമൗണ്ട് ആണ് ബാങ്കിലേക്ക് വന്നിട്ടുള്ളത് അപ്ലിക്കേഷനിലൂടെ. 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ, 9% ഡിബഞ്ചേഴ്സ് അല്ല, 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ. 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ മണി ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? സെക്കൻഡ് വൺ, debenture application account debtor
to 9% debenture account. 9% debenture account. Rupees 32,000. Okay. 9% debenture account. Clear അല്ലേ? Then ഇനി second part. ഇപ്പോൾ application stage complete ആയി. 35 on allotment. That means including discount. അപ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അലോട്ട്മെന്റ് സ്റ്റേജിലെ ജേണൽ എൻട്രി. വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഓൺ allotment stage? That is third one. ഒരുമിച്ച് ജേണൽ എൻട്രി എഴുതാം. തേർഡ് പോർഷൻ എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? അപ്പോൾ അലോട്ട്മെന്റ് എമൗണ്ട് ഡ്യൂ ആവുമ്പോഴും ദെൻ അലോട്ട്മെന്റ് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴാണ് ജേണൽ എൻട്രി എഴുതേണ്ടി വരുന്നത്. സോ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ടിനാണ്. സോ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് debenture account debtor to 9%. Debenture allotment account debtor, discount on issue of debenture account debtor to 9% debentures. To 9% debentures account. Okay. ഇനി എമൗണ്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 35 ഓൺ അലോട്ട്മെന്റ്. അപ്പോൾ ഇവിടെ 5 രൂപയാണ് എന്ത് ചെയ്തത്? ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുള്ളത്. സോ 800 into 5. Here 800 into 35. Then 800 into 40. Okay. So 800 into 40, 32,000. 800 into 5. 4,000, 35 into 8, 800, 28,000. Okay, that is the journal entry. Debenture allotment account debtor 800 debentures ആണ് into 35, 28,000. Discount on issue of debentures 800 debentures-ന് 5 രൂപ വെച്ചിട്ട് 4,000. Then to 9% debentures account 800 debentures and 40, 32,000. Then allotment amount receive ചെയ്യുമ്പോൾ so bank account debtor to debenture allotment account. Okay, എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ടിന് എത്രയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്? 28,000. സോ ബാങ്കിലേക്ക് എത്ര രൂപ വരും? 28,000 rupees ബാങ്കിലേക്ക് വരുള്ളൂ. റെഡി? Then and balance on first and final call. ഇനി ബാലൻസ് എത്ര ഉണ്ട്? 20 rupees ഉണ്ടായിരിക്കും. Fourth journal entry, sorry, fourth one, then fifth one. Fifth journal entry, debenture first and final call account debtor to 9% debentures. 9% debentures. That means 800 debentures into 20. Okay, 16,000 debentures. First one. Then sixth journal entry. The receive bank account debtor to debenture first and final call. Rupees 16,000. ഇതാണ് ജേണൽ എൻട്രി. ഇനി ഒരു ജേണൽ എൻട്രി കൂടി ഇതിനകത്ത് അഡീഷണൽ എഴുതാനുണ്ടായിരിക്കും. എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? എക്സ്പെൻസസ് ഓഫ് ദ ഇഷ്യൂ ആർ rupees 2,000. എക്സ്പെൻസസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിന് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് 2,000 രൂപ. അതിന് ജേണൽ എൻട്രി കൂടി എന്ത് ചെയ്യാനുണ്ട്? റൈറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ സെവൻത്ത് ജേണൽ എൻട്രി എന്താ വരിക? എക്സ്പെൻസസ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് കമ്പനീന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ
എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുക? ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്. അതായത് കമ്പനിയൊക്കെ ചെക്ക് മുഖാന്തരമാണ് എന്ത് ചെയ്യുക? ഡീൽ ചെയ്യുക. That is a journal entry, rupees 2000. Okay, for debenture issue expenses account letter to bank. 2000 രൂപ ബാങ്കിൽ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യാനുണ്ട്? ഷോ ദ ജേണൽ എൻട്രീസ്. അപ്പോൾ ജേണൽ എൻട്രീസ് ഒക്കെ കംപ്ലീറ്റ് ആയി. അതായത് അപ്ലിക്കേഷൻ സ്റ്റേജിൽ, അലോട്ട്മെന്റ് സ്റ്റേജിൽ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ ഇവിടെ അലോട്ട്മെന്റ് സ്റ്റേജിലാണ് ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡിസ്കൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ദെൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് പൊസിഷൻ എഴുതണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് പൊസിഷൻ എഴുതുമ്പോൾ പുതിയ ഫോർമാറ്റിൽ കമ്പനീസ് ആക്ട് 2013 അമെൻമെന്റ് വന്നിട്ടുണ്ട്. അമെൻമെന്റ് പ്രകാരം ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ ചേഞ്ചസ് വന്നു. അപ്പോൾ ആ ചേഞ്ചസ് അനുസരിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടും കൂടി ഓപ്പൺ ചെയ്യാനുണ്ട്. എന്താണ് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ഒന്നിൽ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐറ്റം സബേർഡിങ് വരുന്നുണ്ടെങ്കിൽ, ആ സബേർഡിങ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ കാൽക്കുലേഷൻ്റെയും സമ്മറി എമൗണ്ട് മാത്രമേ എക്സാക്ട് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂ ഫോർമാറ്റിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, പുതിയ ഫോർമാറ്റിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമാറ്റിൽ തന്നെ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുക. 3 കോളംസ് ആണ് ഉണ്ടാവുക: പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്. ദെൻ പർട്ടിക്കുലേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അസറ്റ്സ് ആണ്, പിന്നീടാണ് ലാബിലിറ്റീസ് വരുന്നത്. നമ്മൾ സാധാരണ പഴയ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലാബിലിറ്റീസ് ആണ് അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമ്മൾ എഴുതുന്നത്. ദെൻ റൈറ്റ് സൈഡിൽ എഴുതുന്നത് അസറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർമാറ്റ് പ്രകാരം അസറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീടാണ് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് വരുന്നത്. അസറ്റ്സിൽ തന്നെ സബേർഡിങ് ഒക്കെ വരുന്നുണ്ട്. നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റ്സും. ഇതാണ് മെയിൻ 2 ഹെഡ് എന്ന് പറയുന്നത്: നോൺ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ദെൻ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് നോൺ കറണ്ട് ലാബിലിറ്റീസും കറണ്ട് ലാബിലിറ്റീസും. അപ്പോൾ നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലാബിലിറ്റീസ്. ദെൻ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലാബിലിറ്റീസ്. ഇവിടെ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്. ദെൻ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോർമാറ്റ് വരും. നമുക്ക് ആവശ്യമുള്ള ഇവന്റ് മാത്രം വർക്കൗട്ട് ചെയ്ത് പോയതാണ്. ഇനി ഇതിന് പറയുന്നത്, ഇവിടെ പറയുന്നത് നോട്ട് നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് നോട്ട് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ എമൗണ്ട്, ഇതിൻ്റെ എമൗണ്ട് പോകണം. അപ്പോൾ ഇത് എങ്ങനെ ആയിരുന്നാലും ടാലി ആയി പോകണം ബാലൻസ് ഷീറ്റ്. ദാറ്റ് മീൻസ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ഇപ്പോൾ ഇവിടെ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 കോളംസ്. ഫസ്റ്റ് കോളം ഫോർ നോട്ട് നമ്പർ, സെക്കൻഡ് വൺ പർട്ടിക്കുലേഴ്സ്, തേർഡ് വൺ എമൗണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ നോട്ട് നമ്പർ എന്താണോ അതാണ് ഇവിടേക്ക് റൈറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് അനുസരിച്ച് കൊണ്ട് എളുപ്പമുള്ളത് നോക്കിയിട്ട് ആദ്യം വർക്കൗട്ട് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്താണോ ആ നമ്പർ തന്നെ ആയിരിക്കണം ഈ ഐറ്റത്തിൻ്റെ നേരെ റൈറ്റ് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾ നമ്പർ 1 കൊടുക്കുന്നു, ഏത് ഐറ്റത്തിൻ്റെ പേരാണ് എഴുതിയത് അതിൻ്റെ എമൗണ്ട് എന്താണോ അതന്നെ ആയിരിക്കണം ഇവിടെ ആ കോളത്തിൻ്റെ നേരെ നമ്പർ കൊടുക്കാനും റൈറ്റ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഡിബഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ എക്സ്പെൻസസും ഡിസ്കൗണ്ടിനും ചെയ്തിട്ടുള്ളത് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഇവന്റ് ഫസ്റ്റ് വരുന്നത് അതർ നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഈ അതർ നോൺ കറണ്ട് അസറ്റ്സിലാണ് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ലോസും അതുപോലെ എക്സ്പെൻസും ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പെൻസും റൈറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് 2000 rupees ആണ്. ദെൻ ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ലോസ് 4000 rupees ആണ്. അപ്പോൾ ടോട്ടൽ 6000 rupees. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോട്ട്സ് ടു അക്കൗണ്ടിൽ നോട്ട് നമ്പർ കൊടുക്കുന്നു, നമ്പർ 1.
നോട്ട് നമ്പർ 1 റൈറ്റ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, നോൺ കറണ്ട് other non-current assets. Other non-current assets. Other non-current assets. അതിന് നമ്പർ 1, ലോസ് ഓൺ ഇഷ്യൂ. ലോസ് ഓൺ ഇഷ്യൂ എത്ര amount? 4,000 rupees നഷ്ടം സംഭവിച്ചു. Then second one, expenses on issue. ഇഷ്യൂ ചെയ്തതിന്റെ എക്സ്പെൻസ് ഒരു 2,000. അങ്ങനെ ടോട്ടൽ 6,000 rupees ഉണ്ട്. ഓക്കെ, 6,000 rupees ഉണ്ട്. അപ്പൊ അത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് വൺ, കറണ്ട് അസറ്റ്സ്. ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പൊ ഈ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഐറ്റത്തില് ഫിനാൻഷ്യൽ അസറ്റ്സ് അവിടെ ഒന്നുമില്ല. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് വരുന്നുണ്ട്. ആ ഈക്വലൻസ് എമൗണ്ട് എത്ര എന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ നോട്ട് നമ്പർ 2, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അപ്പോൾ ഇവിടെ ബാങ്ക്, നമ്മുടെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ബാങ്ക്. അതായത് ഓരോ എൻട്രീസ് എഴുതിയപ്പോഴും ബാങ്കിന്റെ ഡെബിറ്റും ക്രെഡിറ്റുമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. അതിന് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 32,000 rupees. കണ്ടില്ലേ? രണ്ടാമത്തെ കേസിലോ, ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. അതിന് എത്ര രൂപ കിട്ടിയത്? 28,000 rupees ആണ് കിട്ടിയത്. റെഡി? തേർഡ് കേസിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, 16,000 rupees. ഓക്കെ, 16,000 rupees. ഇത്ര എമൗണ്ട് കിട്ടി. ദെൻ ഇത്രയും എമൗണ്ട് എന്ത് ചെയ്താണ്? ബാങ്കിലേക്ക് വന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. ഈ 3 ഇവന്റും ആഡ് ചെയ്യാം. 16 remaining 1, then 5, 6, 7, 76,000. ഓക്കെ, ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാങ്കിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ട് 2,000 rupees എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2,000 rupees നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ബാക്കി 74,000. ഓക്കെ, അപ്പൊ ബാങ്കിലുള്ളത് 74,000 rupees ആണ്. നോട്ട് നമ്പർ 2, 74,000 കിട്ടിയത്. ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇവന്റും ആഡ് ചെയ്തു. ദെൻ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഇവന്റ് മൈനസ് ചെയ്തു. ബാലൻസ് 74,000. ഓക്കെ, അപ്പൊ നോട്ട് നമ്പർ 2 പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി ഇതിന്റെ ലാബിലിറ്റി സൈഡിലേക്കാണ് പോകുന്നത്. ലാബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ നോൺ കറണ്ട് ലാബിലിറ്റീസ്. അവിടെ നോൺ കറണ്ട് ലാബിലിറ്റീസ്, ഫിനാൻഷ്യൽ ലാബിലിറ്റീസ്, അതുപോലെ ബോറോയിങ്സ്. ബോറോയിങ്സ് ആണ് ഇത് നോട്ട് നമ്പർ 3 വരിക. ദാറ്റ് മീൻസ് 9% ഡിബഞ്ചേഴ്സ്. അപ്പൊ 9% ഡിബഞ്ചർ അക്കൗണ്ടിൽ എത്രയാണോ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 9% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ദെൻ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു 9% ഡിബഞ്ചേഴ്സ്. അപ്പൊ അതിൽ 9% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയ എമൗണ്ട് എത്ര? 32,000. ഓക്കെ, അലോട്ട്മെന്റ് കേസിൽ 9% ഡിബഞ്ചേഴ്സ് 32,000. ഓക്കെ, ദെൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു 9% ഡിബഞ്ചേഴ്സ് 16,000. അങ്ങനെയാണല്ലോ കിട്ടിയത്. ആഡ് ചെയ്തു. ദെൻ 3, 3, 6, 7, 8, 80,000. ഓക്കെ, അപ്പൊ 80,000 rupees എന്ന് കിട്ടി. ഈ 80,000 rupees ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ നമ്പർ നോട്ട് നമ്പർ 3 9% ഡിബഞ്ചേഴ്സ്, അതായത് ബോറോയിങ്സ് എന്നുള്ള ഹെഡ് കൊടുക്കുക. അതിൽ 9% ഡിബഞ്ചേഴ്സ് rupees 80,000. ഓക്കെ, അതായത് ഇനി അത് എന്ത് ചെയ്യണം? ഈ നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കിട്ടിയിട്ടുള്ള അതേ ഇവൻ്റാണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്.
ഇപ്പോൾ നമ്പർ 1 അതർ നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ അതർ നോൺ കറണ്ട് അസറ്റ്സ് ഇവിടെ ഹെഡ് 1 എന്ന് കൊടുക്കുക. എമൗണ്ട് 6000. ഓക്കെ. Then note number 2, cash and cash equivalent. Note number 2, cash and cash equivalent 74,000. Ready? Then note number 3, 9% borrowings on the head. Note number 3, rupees 80,000. Clear? 74,000 plus 6,000, 80,000. ഇവിടെ നമുക്ക് 80,000 കിട്ടി. അതാണ് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റും കൂടി ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി എഴുതണം, ദെൻ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഈ രീതിയിലാണ് പോവുക. അസറ്റ്സ്, ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ദെൻ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ മാത്രം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ ഓരോ എമൗണ്ടിൻ്റെയും എക്സ്പ്ലനേഷൻ ആണ് നോട്ട്സ് ടു അക്കൗണ്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഈ 6,000 എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നോട്ട്സ് ടു അക്കൗണ്ടിൽ പോകണം. ദെൻ 74,000 എങ്ങനെ കിട്ടിയത് എന്നുള്ളത് നോട്ട്സ് ടു അക്കൗണ്ടിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 80,000 എങ്ങനെ കിട്ടിയതെന്നുള്ളത് നോട്ട്സ് ടു അക്കൗണ്ടിൽ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതായത് ഇതിപ്പോൾ ഒരു ഐറ്റം കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഓരോ ഐറ്റം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ലൈൻ വരയ്ക്കാം. കാരണം ആ ഒരു ഐറ്റം എന്ത് ചെയ്തു. ഇനിയും നോട്ട്സ് ടു അക്കൗണ്ട് വരുന്നുണ്ടെങ്കിൽ 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് താഴോട്ട് റൈറ്റ് ചെയ്ത് പോവാം. ഓക്കെ. ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്.